ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ ഭഗവത്ഗീതയിലെ വന്ദന ശ്ലോകം നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെയാണ് ഗീതാ മാതാവിനെ എങ്ങനെ വന്ദിക്കണം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗീതാ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. നമുക്ക് ശങ്കരാചാര്യർ നൽകിയിട്ടുള്ളത്. എന്താ ഗീതാ മാഹാത്മ്യം? എന്തിനാണ് നമ്മൾ ഗീത, ഭഗവത്ഗീത, ആ പവിത്രമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആ സത്യം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അതാണ് നമുക്ക് 7 ശ്ലോകങ്ങളായിട്ട് ഗീതാ മാഹാത്മ്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്ന് നമുക്ക് അത് നോക്കാം. ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാതി വർജിതഃ. എന്താ നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്? ഭഗവത്ഗീത പഠിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് വിഷ്ണു പ്രാപ്തി നേടും. എന്താ? എല്ലാ ഭയങ്ങളിൽ നിന്നും നമുക്കെന്താ? എല്ലാ ഭയങ്ങളുണ്ട്, എല്ലാത്തിലും പേടിയുണ്ട്, മരണഭയമുണ്ട് അല്ലേ? നമുക്ക് പലയിടത്തും വേദനകളുണ്ട്. ഇതൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാകുന്നു അല്ലേ? നമുക്ക് പലപ്പോഴും എന്താ, ചിലവരെ കണ്ടിട്ടില്ലേ, ചിലവർ കണ്ടിട്ടുണ്ട്, അയ്യോ എന്താ നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും, ആരായിരിക്കും അത്? മക്കളോടായിരിക്കുക അമ്മ പറയണത് അല്ലേ, മാതാപിതാക്കൾ പറയണത് അല്ലേ? എന്നാൽ എന്താ, അവർക്ക് ഒന്നുമില്ല, എന്നാൽ പേടിയാണ് അല്ലേ? അവർ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി, എന്താ, ഭയം അല്ലേ? ആ ഭയങ്ങളിൽ നിന്നും നമുക്കെന്താ മുക്തി ലഭിക്കും അല്ലേ? ചിലവർക്ക് എന്താ, ഒരാളുടെ മരണം സംഭവിച്ചാൽ എൻ്റെ മരണം എങ്ങനെയായിരിക്കും, അയ്യോ ഞാൻ എങ്ങനെയാ മരിക്കുക, ആ ഒരു മരണഭയം ഇല്ലാതെയാകും അല്ലേ? എല്ലാം നമ്മൾ കൂട്ടി ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്? അല്ല. പക്ഷേ ഏതൊരുവനാണോ ഭഗവത്ഗീത പഠിക്കുന്നത് അവന് അനായാസേന മരണം സംഭവിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കെന്താ, അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കും. നമുക്ക് ചിലവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പം ചെറിയ കുട്ടികൾ ഭഗവത്ഗീത പറയുന്നു, അല്ലെങ്കിൽ പല പല കാര്യങ്ങളും പലതരം ജ്ഞാനങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? പൂർവ്വജന്മത്തിൽ അവർ ആത്മീയ ജീവിതം കൈവരിച്ചത് കൊണ്ടാണ് എന്താ, ഈ അടുത്ത ജന്മത്തിൽ എന്താ, ആ ചെറുപ്പത്തിൽ തന്നെ അവർക്കത് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, നമ്മൾ ഈ ജന്മത്തിൽ ഇത്രയും സമയം പോട്ടെ, ഇത്രയും ഒരു ജന്മത്തിൽ ഈ ഒരു പ്രായം വരെ പോട്ടെ, ഇനി തൊട്ട് ഭഗവത്ഗീത പഠിക്കൂ, ആത്മീയ ജീവിതം കൈവരിക്കൂ. അപ്പോൾ അടുത്ത ജന്മം എന്താ, നമുക്ക് നല്ലൊരു ജീവിതം, നല്ലൊരു ആത്മീയ ജീവിതമായിരിക്കും നമുക്ക് കൈവരിക്കുക. അതിനൊക്കെ നമ്മളെ സഹായിക്കുക ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാനാണ് അല്ലേ? ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമുക്ക് സുഹൃത്തായിട്ട്, വേറെ ആരുമില്ല അല്ലേ? ആ ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കൈവരിക്കാനായിട്ട് കഴിയും. എന്താ? എല്ലാ ഭയങ്ങളിൽ നിന്നും, എല്ലാ പേടികളിൽ നിന്നും, എന്താ മരണഭയങ്ങളിൽ നിന്നും വേദനയും ഇല്ല. എല്ലാം ഇല്ലാതാക്കാൻ ആർക്ക് കഴിയും? ഭഗവാന് കഴിയും എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത്. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്തഹി പാപാനി പൂർവജന്മകൃതാനി ച. എന്താ? ഭഗവത്ഗീത വായിക്കുന്ന ഏതൊരാളും, പ്രാണായാമം ചെയ്യുന്ന ആള്, പൂർവജന്മത്തിലുള്ള പാപങ്ങൾ നീങ്ങുന്നു. എന്താ ഈ പ്രാണായാമം ചെയ്യൂ അല്ലെങ്കിൽ യോഗ ചെയ്യൂ എന്നാൽ? ഇതൊക്കെ എന്താ, യോഗ എന്നാന്ന് വെച്ചാൽ ഭഗവാനുമായിട്ട് ബന്ധിക്കുന്നതാണ് അല്ലേ? പ്രാണായാമം എന്താ? നമ്മുടെ ഈ ഒരു ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പ്രാണായാമം ചെയ്യാം. അല്ലെങ്കിൽ ആ പ്രകൃതിയിലെ ആ ഒരു വളരെ രാവിലെയൊക്കെ നമുക്ക് എന്താ, പ്രകൃതി അത്രയും നല്ലൊരു ഓക്സിജനാണ് നമുക്ക് നൽകുന്നത്. അത് ശ്വസിച്ചുകൊണ്ട് വെറുതെ കണ്ണടച്ചിരിക്കാം.
അല്ലെങ്കിൽ എന്താ ഭഗവാനെ ധ്യാനിക്കാം. ഭഗവാന്റെ കാൽപാദം തൊട്ട് കിരീടം വരെ നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയും. എന്താ പറയുന്നത്, അതുപോലെ ഭഗവാൻ ഗീതയിൽ ഉറക്കെ എന്താ പറയുകയാണ് ചെയ്യണത്, എന്താ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയാമി മാം ശുച. എല്ലാത്തിൽ നിന്നും മോചനം കൊണ്ട് എന്താ ഭഗവാനേ ശരണം. എല്ലാത്തിൽ നിന്നും നമ്മളെന്താ മോചനം കൊടുക്കുക അല്ലേ. നമുക്ക് പല പല ടെൻഷൻ ഉണ്ടാവും അല്ലേ, ഈ കാര്യം നടക്കൂ ആ കാര്യം നടക്കൂ, ഒന്നും വേണ്ട, ആ ഭഗവാനെ ശരണം പ്രാപിക്കൂ. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവിടെ സംഭവിക്കും. നമുക്ക് എന്താ നമ്മളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്കെന്താ മുക്തി നൽകുന്നു. ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട. ഭഗവാനിലേക്ക് മുഴുവനായിട്ട് സമർപ്പണം ചെയ്താൽ എന്താ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആരെടുക്കുന്നു? ഭഗവാൻ ഏറ്റെടുക്കുന്നു. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാംഭസി സ്നാനം സംസാര മലനാശനം. നമ്മളെല്ലാ ദിവസവും എന്താ ജലത്തിൽ സ്നാനം ചെയ്യൂലേ. അപ്പോഴെന്താ നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ നീങ്ങിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീതയാകുന്ന ഗംഗയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള എല്ലാ മാലിന്യങ്ങളും എന്താ ചെയ്യുന്നത്? അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഗീതാസുഖീത കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്ചിത. എന്താ ഗീതയാകുന്ന നല്ല ഗീതയുള്ളപ്പോൾ എന്തിനാണ് ഒരുപാട് ശാസ്ത്രങ്ങൾ നമുക്ക് അല്ലേ. നമ്മൾ പലയിടത്തും പലതും പോയിട്ട് ഇങ്ങനെ പഠിക്കാനിരിക്കും അല്ലേ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്താണോ അത് നമുക്ക് ഭഗവാൻ ഓരോ ഇതിലായിട്ടും ഓരോ അധ്യായങ്ങളിലായിട്ടും നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പല ശാസ്ത്രങ്ങളും തേടിപ്പോകുന്നത്? ഭഗവത്ഗീത നമ്മൾ മുറുക്കെ പിടിച്ചാൽ മതി. എന്തുകൊണ്ടാ? പത്മനാഭൻ്റെ മുഖപത്മത്തിൽ നിന്നുണ്ടായ ഭഗവത്ഗീതയുണ്ടല്ലോ. എന്താ ഭഗവാൻ നേരിട്ട് നൽകിയിട്ടുള്ള ഉപദേശമാണത് അല്ലേ. അതുകൊണ്ടാണ് അതിനെന്താ ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. എന്തിനാണ് മഹാഭാരതം വേദവ്യാസ മഹർഷി എഴുതിയത്? കലിയുഗത്തിൽ നമുക്ക് തമോ ഗുണം ഉയരും അല്ലേ. നമുക്ക് സത്വഗുണമുണ്ട്, തമോ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട് അല്ലേ. ഈ സത്വഗുണം ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സത്വഗുണത്തെക്കുറിച്ചും തമോ ഗുണത്തെക്കുറിച്ചും രജോ ഗുണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. സത്വഗുണം നമുക്ക് ഉയർന്ന് എപ്പോഴും നിൽക്കണം. അതിനാണ് എന്താ പ്രാണായാമം ചെയ്യൂ, ഭഗവാനെ നന്നായിട്ട് ഭജിക്കൂ എന്നൊക്കെ പറയുന്നത്. ഈ തമോ ഗുണം രജോ ഗുണം ഉണ്ടാകുമ്പോൾ എന്താ നമുക്ക് നാമം ജപിക്കാൻ തോന്നില്ല. പല സമയത്തും പലതും നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കാം, അല്ലേ വേണ്ട ഇന്നിത് ചെയ്യാം. ഒരു സ്ഥലത്ത് നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റില്ല ഈ തമോ ഗുണം രജോ ഗുണം ഉണ്ടാകുമ്പോൾ. അപ്പം നമ്മളെപ്പോഴും എന്തിലാണ് നമ്മൾ ഉയർന്നു നിൽക്കേണ്ടത്? സത്വഗുണത്തിലാണ് നമ്മൾ ഉയർന്നു നിൽക്കേണ്ടത്. അതിന് ആ തമോ ഗുണം ആ കലിയുഗത്തിൽ എന്താ നമുക്ക് തമോ ഗുണം ഉയരും അല്ലേ. ആ സമയത്ത് എന്താ അതിന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ ദ്വൈപായനൻ പിന്നെന്താ വേദവ്യാസരായി. അപ്പം കലിയുഗത്തിൽ നാമം ജപിക്കാനുള്ളത് എന്താ? ഉത്തമമായ നാമാണെന്ത്? ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ ദ്വാപരയുഗത്തിൽ അവസാന ഘട്ടത്തിൽ നമുക്ക് ഭഗവത്ഗീത ഉപനിഷത്ത് നൽകി. എന്താ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമായിട്ട്.
അപ്പോൾ ഗംഗാജലം കുടിക്കുന്നത് പോലെ ഭഗവത്ഗീത പാരായണം ചെയ്താൽ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ. അപ്പം നമ്മൾ ഈ കലിയുഗത്തിൽ നന്നായിട്ട് നാമം ജപിക്കണം അല്ലേ. ഏതൊരു ചെറിയ കുട്ടിയെയും കൊണ്ട് നാമം ജപിക്കണം. അല്ലാതെ ഭഗവത്ഗീത പഠിക്കാനായിട്ട് ഇന്ന പ്രായമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. കുറേ പേരുടെ വിചാരമുണ്ട് ഇന്ന പ്രായത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന സമയത്തേ ഇതൊക്കെ ജപിക്കാൻ പാടുള്ളൂ. ഇല്ല, ആ ചെറുപ്രായം തൊട്ടേ അവർക്ക് നൽകേണ്ട ഉപദേശമാണ്. നമ്മൾ ഭഗവത്ഗീതയായാലും നാമജപമായാലും എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക്. സർവോപനിഷദോ ഗാവോ ദോപ്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. സർവ ഉപനിഷത്തുക്കളും പശുക്കൾ എന്ന് വിചാരിച്ചാൽ പശുവിൽ നിന്ന് ലഭിക്കുന്ന പാല് അത് ആരിൽ നിന്ന് ലഭിക്കുന്നു? നമ്മുടെ ഭഗവാനായിട്ടുള്ള ആ കുഞ്ഞിക്കണ്ണൻ ഗോപാലനന്ദനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ ഭഗവാൻ ചെറിയ ഉണ്ണിക്കണ്ണനാണ് അല്ലേ. അർജുനനാണെങ്കിലോ പശുക്കുട്ടി. അപ്പം അമ്മ അത് ചുരുത്തിക്കൊണ്ടിരിക്കും. ഭഗവാൻ അത് ചുരുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് പറഞ്ഞു തരുന്നത്. ഏകശാസ്ത്രം ദേവകീപുത്ര ഗീതാമേകോ ദേവോ ദേവകീപുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഒരൊറ്റ ശാസ്ത്രം മതി. അത് ദേവകീപുത്രൻ്റെ ഗീത. എല്ലാം ഒന്ന് തന്നെ, മന്ത്രവും ഒന്ന് തന്നെ, നമ്മൾ ചെയ്യുന്ന കർമ്മവും ഒന്നേയുള്ളൂ. അത് ഭഗവാനിൽ സേവ ചെയ്യുക. നമുക്ക് ഭഗവാൻ നമ്മൾ ചെയ്യേണ്ടത് കർമ്മം, എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ അതുപോലെ ചെയ്യുക അല്ലേ. ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ഫലം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫലം ഇച്ഛിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യരുത്, ഒരു കർമ്മം ചെയ്യരുത്. അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ ഉണ്ട് എൻ്റെ കൂടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഒന്നും നമ്മൾ വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകില്ല. ഇത്രയാണ് നമുക്ക് ഗീതാ മാഹാത്മ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം ഈ വന്ദന ശ്ലോകവും ഗീതാ മാഹാത്മ്യം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഭഗവത്ഗീതയിലേക്ക് പോകുന്നത്. ഗംഗാജലം കുടിക്കുന്നത് പോലെ ഭഗവത്ഗീത പാരായണം ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ആ ഭഗവത്ഗീത പാരായണം ചെയ്യാനായിട്ട്. അതീന്ദ്രിയ സാഹിത്യമാണ് ഭഗവത്ഗീത അല്ലേ. എന്തെങ്കിലുമൊക്കെ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല നമ്മൾ ഭഗവത്ഗീത പാരായണം ചെയ്യേണ്ടത്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം നമ്മൾ ഭഗവത്ഗീത പാരായണം ചെയ്യാനായിട്ട്. ഏതൊരുവനും നമുക്ക് ഭഗവത്ഗീത പാരായണം ചെയ്യാം അല്ലേ. ഏതൊരാൾക്കും. അല്ലെങ്കിൽ ഞാൻ വലിയൊരു പണ്ഡിതനാണ്, എനിക്ക് മാത്രമേ ഭഗവത്ഗീത ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഭഗവത്ഗീത പാരായണം ചെയ്യാനായിട്ട് കഴിയും അല്ലേ. ആ പരമപുരുഷനെ പ്രാപിക്കാനായിട്ട് ഏതൊരുവനും കഴിയും എന്നാണ് പറയുന്നത്. എന്നാൽ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവാൻ നേരിട്ട് നൽകിയതാണ് നമുക്ക് ആ ഒരു ഉപനിഷത്ത് അല്ലേ. ആ ഭഗവത്ഗീത അത്രയും അതീന്ദ്രിയ സാഹിത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ നേരിട്ട് നൽകിയത് കൊണ്ട്. നമുക്ക് അടുത്ത ദിവസം ഭഗവത്ഗീതയെക്കുറിച്ച് കുറച്ചും കൂടി നമുക്ക് അറിയാനായിട്ട് പോകാം. ഹരേ കൃഷ്ണ.